ഇന്ന് പ്രായഭേദമന്യേ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് നടുവേദന. ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാരിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ള പ്രശ്നമാണിത്. ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാരണമാണ് ഡിസ്ക് തെറ്റൽ അഥവാ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഡിസ്ക് പ്രൊലാപ്സ് അഥവാ നട്ടലിന്റെ ഡിസ്കുകൾക്ക് ഉണ്ടാകുന്ന സ്ഥാനഭ്രംശം എന്നത് നമ്മൾ ഒരുപാട് കേട്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്. നമ്മുടെ നട്ടലിന്റെ കശേരുകൾക്കിടയിൽ ഒരു ഷോക്ക് അബ്സോർബർ ആണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിന് പ്രായം കൂടുന്നതിനനുസരിച്ച് തേയ്മാനം ഉണ്ടാവുകയും തേയ്മാനം കൂടുന്നതിനനുസരിച്ച് ഡിസ്ക് അതിന്റെ സ്ഥാനത്ത് നിന്നും മാറി സ്പൈനൽ കോഡിന്റെ ഞരമ്പുകളുടെ അടുത്തേക്ക് നീങ്ങുമ്പോഴാണ് അതിനെ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായി കാലുകളിൽ മരവിപ്പുണ്ടാവുകയും അധിക നേരം നിന്നുകൊണ്ടുള്ള ജോലി ചെയ്യാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്യുന്നു. നട്ടലിൽ ഉണ്ടാകുന്ന വേദന, കാലുകളിലെ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന തരിപ്പ്, നടുവിന്റെ ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ട് എന്നിവയെല്ലാം ഡിസ്ക് പ്രൊലാപ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ഡിസ്ക് തള്ളൽ ഉണ്ടായി എന്ന് കരുതി നടുവേദനയാണെങ്കിൽ ഉണ്ടാകണമെന്നുമില്ല. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഡിസ്കിന്റെ ഭാഗം സമീപമുള്ള നാഡിയെ ഞെരിക്കുമ്പോഴാണ് വേദന അനുഭവപ്പെടുന്നത്. നടുവിന്റെ ഭാഗത്തും കഴുത്തിന്റെ ഭാഗത്തും ഇത് സംഭവിക്കാം. കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഇതിനെ സെർവിക്കൽ ഡിസ്ക് പ്രൊലാപ്സ് എന്നും നടുവിന്റെ ഭാഗത്ത് സംഭവിക്കുമ്പോൾ ലെംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്നും പറയും. ചിലരിൽ ഡിസ്ക് പ്രൊലാപ്സ് ഘട്ടം ഒന്നുകൂടി കടന്ന് ജെൽ ഭാഗം വേർപെട്ട് നട്ടലിന്റെ മുകൾ ഭാഗത്തോ താഴെ ഭാഗത്തേക്കോ നീങ്ങാം. ഇത് സുഷുമ്ന നാഡിയിൽ വളരെയധികം സമ്മർദ്ദമുണ്ടാകുന്നു. ഈ അവസ്ഥയെ ഡിസ്ക് പ്രൊലാപ്സ് ആൻഡ് മൈഗ്രേഷൻ എന്നാണ് പറയുന്നത്. സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ ഡിസ്ക് തെറ്റലിന്റെ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ സ്ഥിരമായി ബൈക്ക് യാത്ര ചെയ്യുന്നവർ, അമിതവണ്ണമുള്ളവർ, സ്ഥിരമായി അമിത ഭാരമെടുത്തുള്ള ജോലി ചെയ്യുന്നവരിലും വാഹന അപകടം വഴി നട്ടലിന് ക്ഷതം സംഭവിക്കുന്നവരിലുമെല്ലാം ഈ പ്രശ്നമുണ്ടാകാം. അതുപോലെ എല്ലുകളിൽ കാൽഷ്യത്തിന്റെ കുറവും ഡിസ്ക് പ്രൊലാപ്സിന്റെ മറ്റൊരു കാരണമാണ്. ഡിസ്ക് തള്ളൽ മൂലമുള്ള നടുവേദന മിക്കവാറും വിശ്രമിക്കുമ്പോൾ തന്നെ ഭേദമാകാറുണ്ട്. ചിലർക്ക് പ്രത്യേക രീതിയിൽ നിൽക്കുമ്പോഴോ കിടക്കുമ്പോഴോ വേദനയിൽ ആശ്വാസം ലഭിക്കാം. ആ പൊസിഷനിലാകുമ്പോൾ വീർത്ത ഡിസ്ക് ഭാഗം നാഡിയെ ഞെരിക്കുന്നത് ഒഴിവാക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആശ്വാസം ലഭിക്കുന്നത്. ആയുർവേദത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. രാസ്ന സപ്തകം, രാസ്ന പഞ്ചകം തുടങ്ങിയ കഷായം, പുനർനവാദി കഷായം, ഗുൽഗുലു തിക്തകം കഷായം തുടങ്ങിയ കഷായങ്ങൾ, കൈശോര ഗുൽഗുലു, യോഗരാജ ഗുൽഗുലു, പുനർനവാദി ഗുൽഗുലു തുടങ്ങിയ ഗുൽഗുലു പ്രിപ്പറേഷൻസ് ഒക്കെ ചികിത്സയുടെ ഭാഗമായി ഉപയോഗിച്ചു വരുന്നു. വേദനയും നീരും മാറുന്നതിന് അകത്തേക്ക് അവസ്ഥാനുസരണം കഴിക്കുന്നതിനായി ഇത്തരം ഔഷധങ്ങളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. കൂടാതെ പുറമേയുള്ള നീര് മാറുന്നതിനായി ലേപനങ്ങൾ ഉപയോഗിച്ച് പൂച്ചിടുകയും കടിവസ്തി പോലെയുള്ള ചികിത്സകളും ഒക്കെ ചെയ്തു വരുന്നു. വാദം കൊണ്ടുള്ള രോഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് തൈലപ്രയോഗങ്ങൾ. അത് ശരീരത്തിന് അകത്തേക്കും പുറത്തേക്കും ഒരുപോലെ ചെയ്യുന്നു. അകത്തേക്ക് ആവർത്തികളുടെ രൂപത്തിൽ, അതായത് സഹചരാതി ആവർത്തി, ക്ഷീരബല 101 ആവർത്തി, ധന്വന്തരം ആവർത്തി എന്നിങ്ങനെയൊക്കെ അകത്തേക്ക് കഴിക്കാൻ കൊടുക്കുന്നു. പുറമെ തൈലം ഉപയോഗിച്ച് ചെയ്യുന്ന ചികിത്സയിൽ പ്രധാനമായും വരുന്നത് തടവൽ ചികിത്സ അഥവാ ഉഴിച്ചിൽ തന്നെയാണ്. അതിന് ധന്വന്തരം, സഹചരാതി, പ്രപഞ്ചനം തുടങ്ങിയ ഔഷധങ്ങളൊക്കെ ഉപയോഗിച്ചു വരുന്നു. തൈലം കൊണ്ട് ചെയ്യുന്ന മറ്റൊരു ചികിത്സാ രീതിയാണ് പിചു. തൈലം പഞ്ഞിയിലോ കോട്ടൺ തുണിയിലോ മുക്കി വേദനയുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇത്. ആയുർവേദത്തിൽ തൈലം ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റൊരു പ്രധാന ചികിത്സയാണ് കടിവസ്തി. ഉഴുന്നുമാവ് കൊണ്ട് വേദനയുള്ള ഭാഗത്ത് തടമുണ്ടാക്കി ചെറിയ ചൂടോടുകൂടി തൈലം ഒഴിച്ച് കെട്ടി നിർത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇത്. 20 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ കടിവസ്തി ചെയ്യാം. ഇതിലൂടെ രോഗിക്ക് വേദനയ്ക്ക് നല്ല ശമനം ലഭിക്കും. അതുപോലെ തന്നെ തൈലധാരയും ഇത്തരം സാഹചര്യത്തിൽ വളരെ ഫലപ്രദമാണ്. അടുത്തതായി ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് സ്വേദക്രിയകൾ. സ്വേദക്രിയകൾ പ്രധാനമായും ആയുർവേദത്തിൽ കിഴികളുടെ രൂപത്തിലാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ധാന്യാമ്ല കിഴി. കൂടാതെ ഇലക്കിഴി, നാരങ്ങാക്കിഴി, ഞവരക്കിഴി തുടങ്ങിയ കിഴികളെല്ലാം ചെയ്തു വരാറുണ്ട്. ഡിസ്ക് ബൾജിങ്, ഡിസ്ക് പ്രൊലാപ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് വ്യായാമം തന്നെയാണ്. എല്ലാ ജോയിന്റ്സിനും മൂവ്മെന്റ്സ് കിട്ടത്തക്ക രീതിയിൽ എക്സർസൈസ് ദിവസവും ശീലമാക്കണം. ഡിസ്ക് പ്രൊലാപ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഭക്ഷണത്തിൽ പാലും പാലുൽപ്പന്നങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. ഇവയിൽ കാൽഷ്യം കൂടുതലായി അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകളുടെ ബലത്തിന് ഇത് ഏറെ പ്രയോജനം ചെയ്യും. മത്തി, നെത്തോലി പോലെയുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താം.
കൂടാതെ പയറുവർഗ്ഗങ്ങൾ, ബദാം, ഇലക്കറികൾ, മുട്ടയുടെ വെള്ള, ബ്രൊക്കോളി, ഓറഞ്ച് ഒക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ബൾജിംഗ് പോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിയും. കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളവർ തീർച്ചയായും പ്രാരംഭത്തിൽ തന്നെ ഡോക്ടറുടെ സഹായം തേടുക തന്നെ ചെയ്യണം. മറ്റുള്ളവരുടെ അറിവിനെ കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.